നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KECBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സമരം ശക്തമാക്കി COA. KECB സമീപനത്തിനെതിരെ മാർച്ച് 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 5 ദിവസം സമരം നടത്തും. ഇതിനു മുന്നോടിയായി COA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KECB ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ദേവീമന്ത്രധ്വനികളാൽ മുഖരിതമായി തലസ്ഥാന നഗരി. BC നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകുന്ന UGC കരട് ചട്ടം പിൻവലിക്കണമെന്ന ആവശ്യം. SFIയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUCയുടെ പ്രതിഷേധം. ആലപ്പുഴ റീജിയണൽ കമ്മിറ്റി നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ ധർണാ സമരം നടത്തി. വിശദമായ വാർത്തകൾ. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ദേവീമന്ത്രധ്വനികളാൽ മുഖരിതമായി തലസ്ഥാന നഗരി. പൊങ്കാലത്തിരുനാളിലടുപ്പിനാൽ നാടുകൾ നിറയുമ്പോൾ പണ്ടാരശ്രീയടുപ്പിലെ അഗ്നി കൊളുത്തി പകരുമ്പോൾ ദേവി കൃപ പോലാ പൊൻജ്വാലകൾ പൂക്കുലയാടുമ്പോൾ മണ്ഡലമെല്ലാം മംഗമനസായി മാറുകയാണല്ലോ. ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി ഭക്തലക്ഷങ്ങൾ പൊങ്കാല സമർപ്പിച്ചു. രാവിലെ 10:15 പൊങ്കാല അടുപ്പിൽ തീ പകർന്നുകൊണ്ട് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. ഭക്തർ തങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റുവാനായി സ്വയം ആത്മസമർപ്പണം ചെയ്ത് നിവേദിക്കുന്ന നിവേദ്യമാണ് പൊങ്കാല. മുൻവർഷത്തേക്കാൾ അധികം ഭക്തരാണ് ഇത്തവണ പൊങ്കാല സമർപ്പിക്കാനായി എത്തിയത്. 1:15 നിവേദ്യം നിവേദിച്ചതിന് ശേഷം വഴിനീളെയുള്ള പൊങ്കാല കലങ്ങളിൽ പുണ്യാഹം തളിച്ചു. പൊങ്കാലയോടനുബന്ധിച്ച് ഹരിത പ്രോട്ടോകോൾ പാലിക്കുകയും നഗരത്തിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും പ്രത്യേക KSRTC റെയിൽവേ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്തലയിലെത്തി. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് K പ്രസാദിന്റെ വീട്ടിലാണ് മുഖ്യമന്ത്രി എത്തിയത്. K പ്രസാദിന്റെ പത്നി റിട്ടയർഡ് ജഡ്ജ് പ്രസന്നകുമാരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാനാണ് മുഖ്യമന്ത്രി എത്തിയത്. ബുധനാഴ്ച രാത്രിയോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഡ്വക്കേറ്റ് K പ്രസാദിന്റെ വസതിയിൽ എത്തിയത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് K പ്രസാദിന്റെ ഭാര്യ റിട്ടയർഡ് ജഡ്ജ് പ്രസന്നകുമാരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താനാണ് മുഖ്യമന്ത്രി എത്തിയത്. കുറച്ചു സമയം അവിടെ ചിലവഴിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. CPM ജില്ലാ സെക്രട്ടറി R നാസർ, NR ബാബുരാജ്, ATS സെക്രട്ടറിമാരായ B വിനോദ്, C ഷിബു എന്നിവരും വസതിയിൽ എത്തിയിരുന്നു. KECBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സമരം ശക്തമാക്കി COA. നിലപാടിനെതിരെ മാർച്ച് 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 5 ദിവസം സമരം നടത്തും. ഇതിനു മുന്നോടിയായി COA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KECB ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സ്വയം തൊഴിൽ സംരംഭകരായ 5000-ഓളം വരുന്ന ഓപ്പറേറ്റർമാരെ ഏകോപിപ്പിച്ച് KCCL എന്ന കമ്പനി രൂപീകരിച്ച് കേരള വിഷൻ എന്ന പേരിൽ ചുരുങ്ങിയ നിരക്കിൽ കേബിൾ TVയും ഇന്റർനെറ്റും നൽകി വരുന്ന പ്രസ്ഥാനമാണ് COA. വൈദ്യുത പോസ്റ്റിന് 2022 ഗവൺമെന്റ് തീരുമാനിച്ച ചാർജിൽ നിന്ന് ഓരോ സർവീസിനും പ്രത്യേക ചാർജും ഓരോ കേബിളിനും അധികം ചാർജും നൽകണമെന്ന വൈദ്യുത ബോർഡ് തീരുമാനം ഈ രംഗത്ത് നിന്ന് ഈ ചെറുകിട സംരംഭകരെ അകറ്റുന്നതിനും കുത്തകകൾക്ക് കടന്നുവരുന്നതിനും വേണ്ടിയുള്ള നടപടിയാണ്. ഇതിനെതിരായി ഗവൺമെന്റ് തീരുമാനം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് COAയുടെ നേതൃത്വത്തിൽ KECB ആലപ്പുഴ ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച സമരപരിപാടി മുൻ MPയും AITUC സംസ്ഥാന പ്രസിഡന്റുമായ TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. COA ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യണം എന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ മേഖലയിൽ സ്വയം തൊഴിൽ എന്നുള്ള തരത്തിലാണ് 10,000-കണക്കിന് ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേര് തൊഴിൽരഹിതരാകുക എന്ന് പറഞ്ഞാൽ പകരം എന്താ അതിനകത്ത് സംവിധാനം കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം 2022 മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം, അതുതന്നെ അന്ന് പ്രതിഷേധം വന്നത്, ചർച്ച നടന്നതുമാണ്.
പക്ഷെ ചില ഒത്തുതീർപ്പുകൾ ഉണ്ടായി. ആ ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കേബിളിനും ഓരോ സർവീസിനും അധിക ചാർജ് ഉണ്ടാകണം എന്നുള്ള തീരുമാനം വന്നാൽ അത് പൂർണ്ണമായ സ്തംഭനത്തിലേക്ക് എത്തും. അതിലേക്ക് KSEB പോകരുത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംഘടനാ നേതാക്കൾ കണ്ട് സംസാരിച്ചപ്പോൾ അത്തരം വിഷയങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് പറഞ്ഞെങ്കിൽ നിശ്ചയമായും അതിന് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. KSEB അതിനകത്ത് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്തുവാൻ തയ്യാറാകണം. ഈ ശക്തമായ പക്ഷവുമായി സംസ്ഥാനമൊട്ടാകെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നിശ്ചയമായും അത് വിജയം വരിക്കും എന്നുറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളെല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP പവനൻ, INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം PD ശ്രീനിവാസൻ, BMS ജില്ലാ സെക്രട്ടറി G ഗോപകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി KX ജോപ്പൻ, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബിനു ഭരതൻ, സുമേഷ്, സുരേഷ് ബാബു, ജെയിംസ്, പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. COA ജില്ലാ സെക്രട്ടറി S ഷിബു സ്വാഗതവും ജില്ലാ ട്രഷറർ മോഹനൻ പിള്ള നന്ദിയും പറഞ്ഞു. ജില്ലയിലെ 431 ഓപ്പറേറ്റർമാരും ജീവനക്കാരും മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. VC നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകുന്ന UGC കരട് ചട്ടം പിൻവലിക്കണമെന്ന ആവശ്യം. SFIയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഉപകരണമായി UGCയെ മാറ്റുന്നുവെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ആരോപിച്ചു. ഇതിന്റെ പ്രശ്നം എന്താണ്? രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നാം ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ തകർക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇത് നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ. ഇത് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്ന മൂല്യങ്ങളല്ല. രാജ്യത്തിന്റെ മതനിരപേക്ഷത ഈ രാജ്യത്തെ മനുഷ്യന്റെ മനസ്സിൽ അന്തർലീനമായ ആശയമാണെങ്കിൽ, രാജ്യത്തെ ഭരണഘടനയും രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ആശയമാണെങ്കിൽ ആ ആശയങ്ങളെ തകർക്കാൻ RSS ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഭരണഘടനാ ഭേദഗതിയുടെ കരട്, ഈ UGC ഭേദഗതിയുടെ കരട് പുറത്തിറങ്ങിയ ആഴ്ചകൾ കഴിയുമ്പോഴാണ് പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന പേരിൽ അടുത്ത ഭേദഗതി UGC കൊണ്ടുവരുന്നത്. ഈ രാജ്യത്തെ കലാലയങ്ങളിൽ, സർവകലാശാലകളിൽ ജാതി വിവേചനത്തിന്, മതവിവേചനത്തിന്, ലിംഗവിവേചനത്തിനെതിരെ പരാതി കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ പരാതികളെപ്പോലും ഈ രാജ്യത്തെ ഭരണകൂടം പേടിക്കുകയാണ്. പരാതികളെപ്പോലും ഭയപ്പെടുന്ന ഒരു ഭരണകൂടമായി രാജ്യത്തെ RSS ഭരണകൂടം മാറുന്നു. പരാതികളെ ഭയപ്പെടുന്ന ഭരണകൂടമായി, ആശങ്കകളെ ഭയപ്പെടുന്ന ഭരണകൂടമായി, വിവേചനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടമായി രാജ്യത്തിൻ്റെ ഭരണകൂടം മാറുമ്പോൾ അതിനെതിരായ സന്ധിയില്ലാത്ത പോരാട്ടം ഈ രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ഏറ്റെടുത്തു വരികയാണ്. ഈ പോരാട്ടങ്ങൾ ഈ മാർച്ചിലൂടെ അവസാനിക്കുന്നതല്ല. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ഹിന്ദു രാഷ്ട്രം എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിനുവേണ്ടി വിദ്യാഭ്യാസ മേഖലയെ RSS ഉപയോഗപ്പെടുത്തുന്നുവെന്ന് M ശിവപ്രസാദ് ആരോപിച്ചു. വൈസ് ചാൻസലറായി RSSന്റെ കാവ്യഭക്തന്മാർ വന്നിരിക്കാൻ പോകുന്നു. ദേശീയ വിദ്യാഭ്യാസ നയമുണ്ടാക്കുന്ന വിപത്തുകളെ പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ ഇടപെടുന്നതിനാണ് കേരള നിയമസഭയിൽ സ്വകാര്യ സർവകലാശാല ബില്ല് അവതരിപ്പിച്ചത് എന്ന രാഷ്ട്രീയ ധാരണ SFIക്കുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനും ദേശീയ വിദ്യാഭ്യാസ നയത്തിനും എതിരായി അതിശക്തമായ സമരം SFI നടത്തുമെന്നും ശിവപ്രസാദ് പറഞ്ഞു. SFI ജില്ലാ പ്രസിഡന്റ് ജെഫിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. വൈഭവ് ചാക്കോ, R രഞ്ജിത്ത്, K ആതിര, സൗരവ് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല ഇരുമ്പ് പാലത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ, സാമൂഹിക പ്രത്യാഘാത പഠനവുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഹിയറിംഗ് നടത്തി. നമുക്ക് ഇത് തുടങ്ങി വയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മന്ത്രിയായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കിഫ്ബി എല്ലാവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ളതായിട്ടുള്ള ചർച്ചകളടക്കം നടത്തിക്കൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. പിന്നിപ്പോൾ ഇവിടെ കരട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള കരട് റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കും. ചേർത്തല നഗരസഭാ ടൗൺ ഹാളിലാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ ഭാരത് മാതാ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് യൂണിറ്റ് അംഗം കുമാരി അജിത PP കരട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അരവിന്ദ് സച്ചിൻ പദ്ധതി വിശദീകരണം നടത്തി. കിഫ്ബി ആലപ്പുഴ സ്പെഷ്യൽ തഹസിൽദാർ ഭൂമി ഏറ്റെടുക്കൽ നടപടികളെക്കുറിച്ച് വിശദീകരിച്ചു. കൗൺസിലർമാരായ മിത്ര വിന്ദാബായി, അജി തുടങ്ങിയവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ചർച്ചയിൽ പ്രദേശവാസികളായ വ്യാപാരികളും നാട്ടുകാരും മറ്റുദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തു.
ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും പാലം പണി സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്നുമുള്ള ആവശ്യങ്ങൾ ചർച്ചയിൽ ഉയർന്നു. ഭവന നിർമ്മാണ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷിബുവിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് അംബിക ശശിധരൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആകെ 26,21,51,807 രൂപ വരവും 26,04,90,800 രൂപ ചെലവും 16,53,807 രൂപ നീക്കിയിരിപ്പും വരുന്ന ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഏകദേശം ഈ വർഷം നമുക്ക് ഇവിടെ തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിൻ്റെ പൊതുവിലുള്ള സ്ഥിതി വെച്ച് ഏറ്റവും അധികം ഭവന നിർമ്മാണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഏകദേശം 6 കോടി രൂപ ഭവന നിർമ്മാണത്തിന് വേണ്ടി മാത്രമായി നീക്കിവെക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മാലിന്യമുക്തം, ഇപ്പോൾ നമ്മുടെ നവകേരളത്തിൻ്റെ പ്രധാന ഭാഗമായ മാലിന്യമുക്തത്തിന് ഏകദേശം 1 കോടി രൂപയോളം നീക്കിവെക്കുകയാണ്. ഭവന നിർമ്മാണം, സമ്പൂർണ്ണ ശുചിത്വം, തീരസംരക്ഷണം, സമഗ്ര കാർഷിക വികസനം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ് തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് ബജറ്റ്. 26,21,51,807 രൂപയുടെ വരവും 2,60,49,800 രൂപയുടെ ചെലവും വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മാലിന്യമുക്ത തൈക്കാട്ടുശ്ശേരിയുടെ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിയിട്ടുണ്ട്. തീരപ്രദേശങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നമായ വെള്ളക്കെട്ട് നിവാരണത്തിനും തീരശോഷണം തടയുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ ജീവിതശൈലീ രോഗ നിവാരണ സമഗ്ര ചികിത്സാ പദ്ധതിയായ ആയുഷ്മാൻ ഭവയുടെ നേതൃത്വത്തിൽ ലോക വൃക്ക ദിനം ആചരിച്ചു. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് വൃക്ക ദിനമായി ആചരിക്കുന്നത്. ആയുഷ്മാൻ ഭവയുടെ നേതൃത്വത്തിൽ ലോക വൃക്ക ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും സൗജന്യ യൂറിൻ മൈക്രോ ആൽബുമിൻ പരിശോധനയും സംഘടിപ്പിച്ചു. വൃക്ക രോഗികളുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ എന്ന വിഷയത്തിൽ ആയുഷ്മാൻ ഭവ നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്നേഹ VS ക്ലാസ് നയിച്ചു. ഇന്ന് ലോക വൃക്ക ഡേ ആണ്, വൃക്ക ദിനമാണ്. ഇത് ആചരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിനങ്ങളും ആചരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം മനുഷ്യർക്ക്, അതായത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പം നമ്മൾ പണ്ടൊക്കെ ന്യൂസ് പേപ്പറിൽ അവിടെ ഇവിടെയൊക്കെ കാണും, വൃക്ക മാറ്റി വെക്കുന്നതിനായി ഒരാളെ തേടുന്നു, അല്ലെങ്കിൽ ചികിത്സാ സഹായത്തിനായിട്ട് സഹായം തേടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു സംഭവം ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൃക്ക മാറ്റി വെക്കുക, ഡയാലിസിസ്, എത്രയോ സെന്റേഴ്സ് ഇപ്പം പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മളുടെയൊക്കെ ഏരിയയിൽ തന്നെ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം കിഡ്നി പേഷ്യൻസ് ഇത്രയും കൂടാനുള്ള കാരണം? അപ്പം ആദ്യം തന്നെ ഞാൻ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അതിൽ ഒരേ ഒരു കാരണം എന്നല്ല, അതിലൊരു കാരണത്തിലൊന്നാണ് ഡയബറ്റീസ്, ഷുഗർ പേഷ്യൻസ് ഉള്ളവർ നാളെ കിഡ്നി ഫെയിലറിലേക്ക് കടക്കാം. എന്ത് കാരണം കൊണ്ട്? കിഡ്നിയിൽ ലിവറിൽ, അതായത് രക്തത്തിൽ ഷുഗർ അധികമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു 10 വർഷത്തോളം അൺകൺട്രോളായിട്ട് നിൽക്കുകയാണ് എങ്കിൽ നാളെ ആർക്കും കിഡ്നി ഫെയിലർ വരാം. ആയുഷ്മാൻ ഭവ ജില്ലാ കൺവീനർ ഡോക്ടർ ഇഫ്ന CS അധ്യക്ഷത വഹിച്ചു. ആയുഷ്മാൻ ഭവ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാലകൃഷ്ണ ഷേണായി സ്വാഗതം പറഞ്ഞു. ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതീധർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അനുജ്യോതി നന്ദിയും പറഞ്ഞു. മയക്കുമരുന്നിനെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് ആം ആദ്മി പാർട്ടി. AAP മാഞ്ഞൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. യുവതലമുറയെയും കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും കൊലയാളികളാക്കി കൊലക്കളങ്ങളാക്കി മാറ്റുന്ന സാമൂഹ്യ വിപത്തായ മയക്കുമരുന്നിനെതിരെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറുപ്പന്തറ ബസ് സ്റ്റാൻഡിൽ നിന്നും മെഴുകുതിരി കത്തിച്ച ജാഥയായി കുറുപ്പന്തറ ജംഗ്ഷനിലെ പൊതുസമ്മേളന നഗറിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം AAP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ചെറിയ ക്ലാസ്സിൽ മുതൽ 5ാം ക്ലാസ് മുതൽ, അതായത് 10 വയസ്സ് മുതൽ ഒരു 12-13 വയസ്സായാൽ ടീനേജറായി എല്ലാം പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവരെത്തും. അതിനു മുമ്പേ തന്നെ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികളുടെ ക്ലാസ് റൂമിൽ പോയി ഡോക്ടേഴ്സും ഫ്രീലാൻഡ് റൈറ്റേഴ്സും റിട്ടയർഡ് അധ്യാപകരും ഒക്കെ ഇതിനകത്ത് ഒരു ടീമായിട്ട് പ്രവർത്തിച്ചു.
അന്ന് ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ വെറുതെ കുട്ടികളോട് ഇങ്ങനെ ചോദിക്കും, ഓരോ ഡ്രഗ്സിൻ്റെ വില ചോദിക്കും, പേരുകൾ ചോദിക്കും വെറുതെ. അപ്പോൾ നല്ല സ്ഫുടമായിട്ട് ചാടി ഡ്രഗ്സിൻ്റെ പേരുകളും അതിൻ്റെ കൃത്യമായ വിലയും ഒക്കെ പറയുന്ന കുട്ടികളെ ഞങ്ങൾ ശ്രദ്ധിക്കുകയും പിന്നീട് അവരുടെ ഇൻ്ററാക്ഷനിൽ അവരോട് നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. AAP കടുത്തുരുത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് TD ദേവസ്യ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോയ് തോമസ് ആനിത്തോട്ടം, AAP മാനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സിജു ജോസഫ്, രാജേഷ് സിറിയക്ക് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ റോബിമോൻ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ഞാനിവിടെ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പാതിരാത്രി 2 മണിക്ക് ചെന്ന് കയറുമ്പോൾ ആ മോൻ നമ്മുടെ 2ാമത്തെ കേസിലെ പ്രതിയാണ്. അവന് 17 വയസ്സേ ഉള്ളൂ. അവന്റെ അച്ഛന് അയാളങ്ങ് തുടിച്ചിട്ട് ബോധമില്ല. അയാൾക്ക് ആരാണ് ഞങ്ങളെന്ന് പോലും തിരിച്ചറിയാൻ, യൂണിഫോം കണ്ടിട്ട് പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ അയാൾ ഇങ്ങനെ നിൽക്കുവാണ്. ഈ മോൻ നമ്മളെ കണ്ട് ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ റോബോയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്, ഭയങ്കരമായി മദ്യപിച്ചു. ആ കുടുംബത്തെ കുഞ്ഞിനോട് അവനോട് ഞാൻ എന്താണ് പറഞ്ഞു കൊടുക്കുക? വയലാർ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ ചേർത്തലയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങൾ, ഉദാഹരണം ഫോൺ പോലും അതിന് പോലെയാണ്. മയക്കുമരുന്ന് പോലെയും മറ്റേത് പോലും തുല്യം തന്നെ ഫോണ്. കാരണം ഫോണിൽ കൂടെ ആളുകൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് തത്സമയം നിർദ്ദേശം ലഭിക്കാതെ പോകുന്നു. ഈ സാഹചര്യത്തിലാണ് പലപ്പോഴും അപകടങ്ങളുണ്ടാകുന്നത്. ഒരുപാട് മദ്യങ്ങൾ കൊണ്ടും ഫോൺ ഉപയോഗം കൊണ്ടും മയക്കുമരുന്നുകളുടെ അടിമയായിട്ടും ഒരുപാട് പേര് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഡെയിലി ചേർത്തല താലൂക്കിൽ 2 പേര് വെച്ച് മരണപ്പെടുന്നുണ്ട്. ഇന്നലെ തണ്ണീർമുക്കത്തൊരു അപകടം നടന്നിട്ടുണ്ട്. ഒരു കാറ് വന്ന് റോഡിലൂടെ നടന്നു പോയ ഒരാളിനെ ഇടിച്ച് മരണപ്പെട്ടു പോയി. ഇന്നലെ തുറവൂരിൽ മരണം നടന്നിട്ടുണ്ട്. ഈ വലിയൊരു സന്ദേശമാണ് ഈ ദൗത്യം വയലാർ ഫാൻസ് അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കഴിയുന്നത്ര ആളുകളെ കൂടെ സംഘടിപ്പിച്ച് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായിരിക്കും. ഇതിനെപ്പറ്റി നല്ല അവബോധമുള്ളവരാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങളിലല്ല ഈ അവബോധം ഉണ്ടാകേണ്ട, അവബോധം ഒട്ടേണ്ടടുത്ത് എത്തിക്കണം. അതിന് നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ഈ കർമ്മം സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ യുവാക്കൾ വരെ മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വയലാർ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. ചേർത്തല ദേവീക്ഷേത്രത്തിന് സമീപം നടന്ന ബോധവൽക്കരണ സെമിനാർ ചേർത്തല MVI KG ബിജു ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങൾ, ഉദാഹരണം ഫോൺ പോലും അതിന് പോലെയാണ്. മയക്കുമരുന്ന് പോലെയും മറ്റേത് പോലും തുല്യം തന്നെ ഫോണ്. കാരണം ഫോണിൽ കൂടെ ആളുകൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് തത്സമയം നിർദ്ദേശം ലഭിക്കാതെ പോകുന്നു. ഈ സാഹചര്യത്തിലാണ് പലപ്പോഴും അപകടങ്ങളുണ്ടാകുന്നത്. ഒരുപാട് മദ്യങ്ങൾ കൊണ്ടും ഫോൺ ഉപയോഗം കൊണ്ടും മയക്കുമരുന്നുകളുടെ അടിമയായിട്ടും ഒരുപാട് പേര് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഡെയിലി ചേർത്തല താലൂക്കിൽ 2 പേര് വെച്ച് മരണപ്പെടുന്നുണ്ട്. ഇന്നലെ തണ്ണീർമുക്കത്തൊരു അപകടം നടന്നിട്ടുണ്ട്. ഒരു കാറ് വന്ന് റോഡിലൂടെ നടന്നു പോയ ഒരാളിനെ ഇടിച്ച് മരണപ്പെട്ടു പോയി. ഇന്നലെ തുറവൂരിൽ മരണം നടന്നിട്ടുണ്ട്. ഈ വലിയൊരു സന്ദേശമാണ് ഈ ദൗത്യം വയലാർ ഫാൻസ് അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കഴിയുന്നത്ര ആളുകളെ കൂടെ സംഘടിപ്പിച്ച് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായിരിക്കും. വയലാർ ഫാൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കരപ്പുറം രാജശേഖരൻ സ്വാഗതം പറഞ്ഞു. ജോസഫ് മാരാരിക്കുളം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ടോം ജോസഫ് ചമ്പക്കുളം മുഖ്യ പ്രഭാഷണവും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC-യുടെ പ്രതിഷേധം. ആലപ്പുഴ റീജിയണൽ കമ്മിറ്റി നേതൃത്വത്തിൽ നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ജോലിക്ക് കൂലി നൽകുക, ഓണറേറിയം സമ്പ്രദായം അവസാനിപ്പിക്കുക, 5 വർഷം പൂർത്തീകരിച്ച ആശാവർക്കർമാരെ സ്ഥിരപ്പെടുത്തുക, ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് സമമായ ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് INTUC ആലപ്പുഴ റീജിയണൽ കമ്മിറ്റി നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. പ്രസിഡന്റ് MK നിസാറിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ജോർജ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആശാവർക്കർമാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരുവിധ അതിശയോക്തിയുമില്ല. ഈ ജീവനക്കാരെ സംബന്ധിച്ച് ആശാവർക്കർമാരെ നിയന്ത്രിക്കുന്ന ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, അത് മുനിസിപ്പാലിറ്റി ആകട്ടെ, പഞ്ചായത്താകട്ടെ, ഗവൺമെന്റ് തലത്തിലുള്ളതാകട്ടെ, അവരെ ഈ ബയോഡേറ്റകൾ കളക്ട് ചെയ്യുവാനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരിൽ നിന്ന് ശേഖരിച്ച്
എന്തെങ്കിലും കുറവുകൾ വന്നാൽ അവരെ സഹായിച്ച് അവരെ രാപകൽ 8 മണിക്കൂർ ജോലിയൊന്നുമല്ല അവരുടെ രാപകൽ പണിയെടുക്കുന്ന അവർക്ക് കിട്ടുന്ന സമ്മാനപ്പൊതിയിലാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ജനറൽ സെക്രട്ടറി PT സിയാദ് സ്വാഗതം പറഞ്ഞു. ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം VD ശ്രീനിവാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ AK ബാദുഷ, P ശശികുമാർ, ഷമീർ ബക്കർ, സജീവൻ, റജീന ഇക്ബാൽ, നീനു ഷിബു, കമറുദ്ദീൻ, ജെ നാസർ, ജോസി മരിയൻ, സുധീർ A, തമ്പി, നിഷാദ് നിസാർ, റാഫി ഷംസുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്തു. കള്ള് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ AITUC നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കള്ള് ഷാപ്പുകളുടെ ദൂരപരിധി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. ടോഡി ആക്ട് നടപ്പിലാക്കുക, അട്ടപ്പാടിയിൽ കള്ള് ചെത്താൻ അനുവാദം നൽകുക, ടോഡി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, തൊഴിലാളികളുടെ ക്ഷേമനിധി രജിസ്ട്രേഷൻ തടസ്സങ്ങൾ ഉടൻ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ചെത്തു തൊഴിലാളി ഫെഡറേഷൻ AITUC വർക്കിംഗ് പ്രസിഡന്റ് DP മധു ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കേന്ദ്രങ്ങളിൽ ഇത്തരം പ്രതിഷേധ സമരം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏപ്രിൽ മാസം 1-ാം തീയതി മുതലാണ് പുതിയ മദ്യ നയം ആരംഭിച്ച് ഷാപ്പ് വർഷം ആരംഭിക്കേണ്ടത്. എന്നാൽ മാർച്ച് മാസം ഇന്ന് 13 അടുത്ത വർഷത്തേക്കുള്ള മദ്യനയത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് നാളിതുവരെ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. നിലവിൽ ഉള്ള ലൈസൻസുകൾക്ക് 3 വർഷക്കാലത്തേക്കാണ് ഷാപ്പുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്തിട്ടുള്ളത്. അപ്രകാരമാണെങ്കിൽ 2026 മാർച്ച് 31 വരെ നിലവിലുള്ള ലൈസൻസുകൾക്ക് ഷാപ്പുകൾ നടത്തുവാനുള്ള അധികാരമുണ്ട്. എന്നാൽ അത്തരം നിയമം ഓർഡർ ഇറങ്ങിയപ്പോൾ തന്നെ അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ചേർത്തല യൂണിയൻ ജനറൽ സെക്രട്ടറി AP പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. മദ്യ വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ സെക്രട്ടറി മോഹനൻ, P ജ്യോതിസ്, R അനിൽകുമാർ, KV ജയപ്രകാശ്, S മോഹനൻ, NR അജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. കുട്ടനാടിന്റെ സാമൂഹിക സാംസ്കാരിക വികസനം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന കായൽ സഭ ഈ മാസം 15-ന് ആലപ്പുഴ റമദ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടുത്ത ശനിയാഴ്ച 15-ാം തീയതി റമദ ഹോട്ടലിൽ വെച്ച് ഒരു പ്രത്യേക പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കായൽ സഭ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. കായൽ സഭ കുട്ടനാടിൻ്റെ വൈവിധ്യങ്ങളായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പോംവഴികൾ കണ്ടെത്തുന്നതിനും അത് നടപ്പാക്കുന്നതിനും വേണ്ടി വിവിധ സംഘടനകളുടെ ഒരു ഏകോപനം കൂടി അവിടെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ മീറ്റിങ്ങിൽ വന്ന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വിവിധ മേഖലകളായിട്ട് തിരിച്ച് പ്രസൻറ്റേഷൻസ് നടത്തി ഇവിടെ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ ടാക്സ് ഫോറം എന്നൊക്കെ പറയുന്ന സംഘടനകൾ വളരെ എക്സ്റ്റെൻസീവായിട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫൈൻഡിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പ്രസൻറ്റേഷൻസായിട്ട് അവതരിപ്പിക്കും. അതിനോടനുബന്ധിച്ച് വന്നിരിക്കുന്ന പ്രതിനിധികൾക്ക് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പല മേഖലകളിലായിട്ട് തിരിച്ച് ചർച്ച ചെയ്യാനും ആ ചർച്ചയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളെ ക്രോഡീകരിച്ച് പുനർനടപടികൾ സ്വീകരിക്കാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിലാണ് നമ്മൾ ഈ കായൽ സഭ എന്ന പേരിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. കുട്ടനാട് കളക്റ്റീവ് എന്ന കൂട്ടായ്മയുടെ തുടക്കമെന്ന നിലയിൽ റേഡിയോ നെയ്ത്തലിന്റെ ആഭിമുഖ്യത്തിൽ VR4 ആലപ്പുഴ, ടാക്സ് ഫോറം എന്നീ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് കായൽ സഭ സംഘടിപ്പിക്കുന്നത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കായൽ സഭ ഉദ്ഘാടനം ചെയ്യും. കാലങ്ങളായുള്ള കുട്ടനാടിന്റെ പ്രശ്നങ്ങളും വികസന കാഴ്ചപ്പാടുകളും കായൽ സഭയിൽ ചർച്ചയാകും. കുട്ടനാട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ ദീർഘകാല പരിഹാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് കായൽ സഭയുടെ പ്രധാന ലക്ഷ്യം. വിദഗ്ധർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചർച്ചകളിൽ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ വരും വർഷങ്ങളിൽ കുട്ടനാടിന്റെ വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാനും കായൽ സഭയ്ക്ക് സാധിക്കും. മതരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നു എന്നത് കായൽ സഭയുടെ സവിശേഷതയാണ്. കുട്ടനാടിനെ കേന്ദ്രീകരിച്ച് ആസൂത്രണം ചെയ്യുന്ന വികസന പദ്ധതികൾ പാരിസ്ഥിതിക പ്രത്യേകതകൾ പരിഗണിക്കാതെയാണ് എന്നുള്ള വിഷയം ഉൾപ്പെടെ സഭയിൽ ചർച്ചയാകും.
മാർച്ച് 15 ഉച്ചയ്ക്ക് 2:30 കായൽ സഭ തുടങ്ങുന്നത്. ആരോഗ്യം, പരിസ്ഥിതി, കുടിവെള്ളം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ ഗ്രൂപ്പ് ചർച്ചകളും പാനൽ ചർച്ചകളും ഉണ്ടാകും. വിവിധ മേഖലകളിലെ വിദഗ്ധർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. ചർച്ചകളിലൂടെ ലഭിക്കുന്ന മറുപടികളും ഫീഡ്ബാക്കുകളും ഭാവിയിൽ കുട്ടനാട് വികസനത്തിന് ഉപകരിക്കാവുന്ന ആധികാരിക രേഖയായി മാറും എന്നതും കായൽ സഭയുടെ പ്രത്യേകതയാണ്. റേഡിയോ നെയ്ത്തൽ ഡയറക്ടർ ഫാദർ സേവ്യർ കുടിയംശ്ശേരി, CEO ഡോക്ടർ ടോമി ജോൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർത്തല ഗവൺമെന്റ് ടൗൺ LP സ്കൂളിന്റെ 106ാമത് വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നു. 2 ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച നടന്ന പ്രീ പ്രൈമറി കലോത്സവം നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ വൈസ് ചെയർമാനാണ് ഞാൻ. ആ നിലയിൽ നല്ല രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുക തന്നെ വേണം. അത് ആരായാലും, നമ്മുടെ അധ്യാപകരായാലും രക്ഷകർത്താക്കളായാലും എല്ലാവരും അവരുടെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് പോയാൽ അത് ആ വ്യക്തിക്കുണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. ഒരിക്കലും നമ്മുടെ ഈ സ്ഥാപനത്തെ അത് ബാധിക്കില്ല. കാരണം ഈ സ്ഥാപനത്തിൽ അർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുണ്ട്. അവര് രാപകൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. നമ്മൾ വളരെ കുറച്ച് സമയങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെലവഴിക്കുന്നത്, അല്ലേ? അവരാണ് കൂടുതൽ സമയവും നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല പിന്തുണ കൊടുക്കണം. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് വിശദമായി ഞാനത് പോകുന്നില്ല. കാരണം PTA പ്രസിഡന്റ് ദിനൂപ് വേണു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ HM ഇൻചാർജ് ജയശ്രീ MC സ്വാഗതം പറഞ്ഞു. പ്രശസ്ത സിനിമാ താരം ചേർത്തല ലളിത വിശിഷ്ട അതിഥിയായി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സാബു, കൗൺസിലർ രാജശ്രീ ജ്യോതിഷ്, MPTA പ്രസിഡന്റ് ലിജിയ ക്രിസ്തുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. KCBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സമരം ശക്തമാക്കി COA. KCB സമീപനത്തിനെതിരെ മാർച്ച് 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 5 ദിവസം സമരം നടത്തും. ഇതിനു മുന്നോടിയായി COA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KCB ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ദേവീമന്ത്രധ്വനികളാൽ മുഖരിതമായി തലസ്ഥാന നഗരി. BC നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകുന്ന UGC കരട് ചട്ടം പിൻവലിക്കണമെന്ന ആവശ്യം. SFIയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUCയുടെ പ്രതിഷേധം. ആലപ്പുഴ റീജിയണൽ കമ്മിറ്റി നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ ധർണാ സമരം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.